ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNTSD അഥവാ പുതിയ നിയമരക്ഷയുടെ ഉപദേശമെന്ന യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും നിത്യജീവമൊഴികൾ എന്ന പരമ്പരയിൽ കടന്നു വരുവാൻ ദൈവം അനുവദിച്ച കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. അവസരം നൽകിയ ബഹുമാന്യരായ അഡ്മിന്മാർക്കും ദൈവവചനം സംസാരിക്കുന്ന എല്ലാ ശ്രേഷ്ഠദാസന്മാർക്കും ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ക്രിസ്തുയേശുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അപ്പോസ്തലന്മാർ അതിർ കടന്നുപോയോ? ഇതിനെ ആധാരമാക്കി മാനസാന്തരം എന്ന വിഷയത്തോട് അനുബന്ധിച്ച് നാം അല്പമായി ചിന്തിച്ചു. ഇന്ന് നാം ചിന്തിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം പരിശുദ്ധാത്മാവിലോ എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ഉപദേശം പരിശുദ്ധാത്മാവിലോ? അപ്പോസ്തലന്മാരിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയും നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ എന്നാണ്. യോവേൽ പ്രവാചകൻ പറഞ്ഞതായ തിരുവെഴുത്തുകളാണ് ഇത്. യോവേൽ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 28 നമ്മൾ വായിക്കുമ്പോൾ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രിമാർ പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. മർക്കോസ് 16-17 നമ്മൾ വായിക്കുന്നു, പൊതുഭാഷകളിൽ സംസാരിക്കും. യെശയ്യാ പ്രവചനം അതിൻ്റെ 44-ാം അധ്യായത്തിൻ്റെ 3-ൽ നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും സന്താനത്തിന്മേൽ അനുഗ്രഹവും പകരും എന്നാണ്. സന്തതിമേൽ എന്നതും സന്താനത്തിന്മേലുള്ള നമുക്ക് ചിന്തിക്കേണ്ടതാണ്. യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 19-ൽ വേറൊരു ഹൃദയവും പുതിയൊരു ആത്മാവിനെയും ഉള്ളിൽ കൊടുക്കും എന്നെഴുതിയിരിക്കുന്നു. സഖരിയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 10-ൽ ഞാൻ ദാവീദ് ഗൃഹത്തിലും യെരൂശലേം നിവാസികളിലും ആത്മാവിനെ പകരും എന്നെഴുതിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 37-38 നാം വായിക്കുമ്പോൾ ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ സ്തോത്രം യേശു നിന്നുകൊണ്ട് സംസാരിച്ചത് എങ്ങനെയാണ്? ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് സംസാരിച്ചത്? എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എന്നിട്ട് പറഞ്ഞു, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ച് അത്രേ എന്നാണ്. അപ്പോൾ തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്നത് പ്രകാരം യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്നത് പോലെ. അപ്പം തിരുവെഴുത്തുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. ലൂക്കോസ് സുവിശേഷത്തിലും അത് 24 നമ്മൾ കാണുന്നു. എന്നെക്കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനം മോശ പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞത് ഇതാണ്: ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും, അത് നിങ്ങൾക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ച് അത്രയെന്നാണ്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന്
എഴുതിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 31 ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടി വന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ അവരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടി ഇരുന്നു എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് യോവേൽ പ്രവാചകൻ്റെ തിരുവെഴുത്തിൻ പ്രകാരം ദൈവം അരുളി ചെയ്തതായ ഒരു സംഭവം അവിടെ സംഭവിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഇത് എന്താണെന്നവർ ചിന്തിച്ചപ്പോഴാണ് ഇത് യോവേൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചതാകുന്നു എന്ന് അവർക്ക് മനസ്സിലായി. സ്തോത്രം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തൊന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ സ്തോത്രം, ഈ സംഭവം യോവേൽ പ്രവാചകൻ പറഞ്ഞതായ കാര്യമാണ്. എന്താണ്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അപ്പോൾ പ്രവാചക തിരുവെഴുത്തിൽ മുന്നറിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അവിടെ കാണുന്നത്. യേശുക്രിസ്തു അത് പറഞ്ഞു, നിങ്ങൾക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ച് അത്രേ. തിരുവചനം നമ്മൾ പിന്നെയും വായിക്കുമ്പോൾ സ്തോത്രം അത് നമുക്ക് മനസ്സിലാകും. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിലും തീയാലും സ്നാനം കഴിപ്പിക്കുന്നവനത്രേ. സ്തോത്രം. പൊരുളിലേക്ക് തിരിയുന്നതിന് മുൻപ് നാം ചിന്തിക്കുന്നു, അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിച്ചു. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നു, അപ്പോസ്തലന്മാരിൽ പരിശുദ്ധാത്മാവായിരുന്നുവോ? പരിശുദ്ധാത്മാവ് അവർ നിറഞ്ഞവരായിരുന്നു. ഇവിടെ നമ്മൾ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ നാം പിന്നെയും വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അനന്യാസ് പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചു എന്ന് കാണുന്നു. 6-ാം അധ്യായത്തിൻ്റെ 10 സ്തെഫാനോസ് സ്തോത്രം ജ്ഞാനത്തോടും ആത്മാവോടും കൂടെ തർക്കിച്ചു. സ്തോത്രം. അതിന് എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ സ്തെഫാനോസിലും ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ അവരെല്ലാവരും കൂടിയിരുന്നു. അപ്പോൾ കൂടിയിരുന്നതായിരിക്കുന്ന അപ്പോസ്തലന്മാരും അവിടെ ഉണ്ടായിരിക്കുന്ന ഭക്തന്മാരായിരിക്കുന്ന കുറേ പേരെക്കുറിച്ചും പറയുന്നു. അപ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു എന്നാണ്. സ്തോത്രം. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 44 കൈസരിയിൽ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ അവിടെയുള്ള കൈസരിയിൽ ഉള്ളതായ ജാതികളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പകരുന്നത് കണ്ടു. 11-ാം അധ്യായം 15-ഉം 16-ഉം നാം വായിക്കുമ്പോൾ പത്രോസ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദിയിലെന്ന പോലെ അവരുടെ മേലും ആത്മാവ് വന്നു. അപ്പോൾ പത്രോസ് ആദ്യമായി സംസാരിക്കുന്ന സമയത്തിൽ സ്തോത്രം അവരുടെ മേൽ വന്നതുപോലെ തന്നെ കൈസരിയിലുള്ളതായ ജനങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അപ്പോൾ പത്രോസ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദിയിൽ
തന്നെ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇപ്പോൾ പത്രോസിൻ്റെ മേലും ശേഷം അപ്പോസ്തോലന്മാരുടെ മേലും അതുപോലെ പല ആളുകളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കുന്നതായി അല്ലെങ്കിൽ ഇറങ്ങുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 13-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അപ്പോൾ പൗലോസ് എന്ന ശൗൽ പരിശുദ്ധാത്മാ പൂർണ്ണനായി ഉറ്റുനോക്കി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകൾ സംസാരിച്ചു എന്ന് കാണുന്നു. അപ്പോൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം യോവേൽ പ്രവാചകൻ പറഞ്ഞതായിരിക്കുന്ന അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തു പറഞ്ഞു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അത് നിങ്ങൾക്ക് ലഭിപ്പാൻ പോകുന്ന ആത്മാവാത്രേ. അതാണ് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം. ആ പിതാവിൻ്റെ വാഗ്ദത്തത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അന്ന് വന്നു എന്നുള്ളതാണ് സ്തോത്രം. അപ്പോൾ പത്രോസിലും പൗലൂസിലും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് എന്ന് പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19:1 നമ്മൾ വായിച്ചതുപോലെ അവരുടെ ശിഷ്യന്മാരുടെ മേലും യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം ഒന്നാമത് ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ദാസന്മാർ പത്രോസിനോട് പറഞ്ഞത് സ്തോത്രം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അപ്പോൾ പത്രോസിലൂടെ അന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടെ സ്തോത്രം മറ്റെല്ലാ ദൈവദാസന്മാരുടെ മേലും വന്നു. സ്തോത്രം, യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ മാത്രമല്ല, പൗലോസിൻ്റെ മേൽ മാത്രമല്ല, അവിടെ ശേഷം അപ്പോസ്തലന്മാർ മാത്രമല്ല, പിന്നെയോ അവിടെ കൂടി വന്ന ജാതികളിൽ മാത്രമല്ല, അവിടെ വിശ്വാസത്തിലേക്ക് കർത്താവിനെ സ്വീകരിച്ച് രക്ഷയിലേക്ക് വന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നു എന്നാണ് സ്തോത്രം. അപ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അതാരുടെയാണ്? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം. എന്താണത്? സർവജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ആരുടെ? എൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവ് പകരും എന്നാണ്. രണ്ടാമത് നാം ചിന്തിക്കുന്നത് പ്രവാചകന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്നാണ്. 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വായിക്കുമ്പോൾ ഏലിയാവിലും എലീശയിലും ഉണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 11-ൽ വായിക്കുമ്പോൾ മോശയിലും, പിന്നെ മോശയിൽ നിന്ന് എടുത്തു കൊടുത്ത് 70 പേരിലും ഉണ്ടായിരുന്നു. പിന്നെ ഒന്തിയേലിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ലും വായിക്കുമ്പോഴുമുണ്ട്. ഗിദെയോനിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 34 വായിക്കുമ്പോഴുണ്ട്. ഇഫ്താഹിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 29 വായിക്കുമ്പോൾ കാണാം. ശിംശോനിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാം. പിന്നെ ദാവീദിലുണ്ട് എന്ന് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ കാണാം. മാത്രമല്ല, ദാവീദ് പരിശുദ്ധാത്മാവിൽ കർത്താവേ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നു. പ്രവാചകന്മാരിൽ ഇരമ്യാവിലും യെശയ്യാവിലും അങ്ങനെ തുടങ്ങി എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉള്ളതായി കാണാം. ശീലാസിനും യൂദയിലും അതുപോലെ തിമത്യോസിലും തെഫാനോസിലും ഒക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് സ്തോത്രം ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതെന്തായിരുന്നു? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം. ആരുടെ ആത്മാവ്? യഹോവയുടെ ആത്മാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ ആത്മാവാകുന്നു. അതുകൊണ്ട് ആത്മാവെന്നുള്ളൊരു വിഷയം നമ്മൾ ശരിയായി പഠിക്കേണ്ടതുണ്ട്. കാരണം അത് ഒരു കൾച്ചർ ചെയ്തൊന്ന് പഠിക്കേണ്ടതുണ്ട്. സ്തോത്രം. പഴയ നിയമവിശുദ്ധന്മാരിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എല്ലാവരിലുമല്ല, ദൈവം പ്രത്യേകതയാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളിലൂടെ
ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാൻ അത് എത്ര വിധത്തിൽ ആണ് എന്നുള്ളതായ കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സ്തോത്രം. എന്നാൽ അവർ അവിടെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ആ യഹോവയുടെ ആത്മാവ് പഴയ നിയമത്തിൽ വ്യാപരിച്ച തൻ്റെ ഭക്തന്മാരുടെ മേൽ വ്യാപരിച്ചതുപോലെ പുതിയ നിയമസഭയിലും സ്തോത്രം ആത്മാവിൻ്റെ പകർച്ച സംഭവിക്കുമ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അതെന്താണ് എന്ന് നമുക്ക് പിന്നീടായി ചിന്തിക്കാം. മൂന്നാമതായി നാം ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, യേശു പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ സ്നാനസമയത്ത് അവൻ്റെ മേൽ ഇറങ്ങുന്നത് കണ്ടു. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാണെന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോഴും യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോഴും അത് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ പ്രവചനം നമുക്ക് എങ്ങനെയാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്യിക്കൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു, അവൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ഇരുന്നത് യഹോവയുടെ ആത്മാവ് ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവും ഒന്നാകുന്നു, പിതാവിനിൽ വസിച്ചുകൊണ്ടത്രേ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നത്. ഞാൻ ഒന്നും സ്വയമായി സംസാരിക്കാതെ പിതാവ് എനിക്ക് സംസാരിപ്പാൻ അനുവദിച്ചത് തന്നത് ഞാൻ സംസാരിക്കുന്നു. ഞാൻ പിതാവ് എന്നിലുമാണ്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് എലിസബത്തിൽ, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 40 എലിസബത്തിൽ പരിശുദ്ധാത്മാവ് കാണുന്നു. ആ ലൂക്കോസ് സുവിശേഷം 1-ന്റെ 67 സെക്കരിയാവിൽ കാണുന്നു. ഇങ്ങനെ തുടങ്ങി പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ്റെ ആത്മാവ് എന്നാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, 4-ാം അധ്യായത്തിൽ ദൈവം ആത്മാവാകുന്നു. സ്തോത്രം. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്തോത്രം. ആ നാഴിക വന്നു ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്തോത്രം, പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ച് നമുക്ക് സ്തോത്രം ഒന്ന് അറിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടും. പ്രത്യേകിച്ച് ആത്മീകപരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ വിസ്തരിച്ച് അതിൻ്റെ വ്യത്യസ്തതകളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പഴയ നിയമവിശുദ്ധന്മാരിൽ വന്നപ്പോൾ അന്യഭാഷകൾ സംസാരിച്ചില്ല. എന്നാൽ യോയേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിൻ്റെ കാലഘട്ടമായപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അതുകൊണ്ട് പ്രത്യേക കൊരിന്ത്യ ലേഖനത്തിൽ കൃപാവരങ്ങളെ ആത്മീകവരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവർ ആയിരിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവത്തിൻ്റെ ആത്മാവാണ് യേശുവിലും അപ്പോസ്തലന്മാരിലും അപ്പോസ്തല ശിഷ്യന്മാരിലും മാത്രമല്ല ദൂരസ്ഥരായി വിളിച്ചു വരുത്തുന്ന ഏവരിലും ഉള്ളതായ ഈ വാഗ്ദത്തം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവാണ്. സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞതിൻ്റെ സാരം, ഏകനായ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ. ഈ ആത്മാവ് ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ. സ്തോത്രം. അതുകൊണ്ട് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആലോചന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന, സ്തോത്രം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന അപ്പോസ്തലന്മാർ തിരസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38 നിങ്ങൾ
മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-20 വായിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്തോത്രം സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞതായ ആ ദൈവീക ആലോചന, ദൈവത്തിൻ്റെ ആത്മാവ് സ്തോത്രം അവരുടെ മേൽ വന്നപ്പോൾ യേശുക്രിസ്തു അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ സ്തോത്രം ഈ സത്യത്തിന് വിപരീതമാണോ അവർ ചെയ്തത് എന്നതാണ് നമ്മുടെ ചിന്താ വിഷയം. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിന്ന് സ്തോത്രം നമ്മൾ വ്യതിചലിക്കരുത്. കാരണം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ തന്നെയാണ് അവർ പ്രവർത്തിച്ചത്. കാരണം അവരിലിരുന്നത് യഹോവയുടെ ആത്മാവ് തന്നെയായിരുന്നു. യേശുവിലിരുന്നത് യഹോവയുടെ ആത്മാവായിരുന്നു. അതുപോലെ പ്രവാചകന്മാരിലിരുന്നത് യഹോവയുടെ ആത്മാവാണ്. അതുപോലെ സ്തോത്രം അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരായി തീർന്നവരിൽ ഇരുന്നത് യഹോവയുടെ ആത്മാവാണ്. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവരുടെയും മേൽ വ്യാപരിച്ചിരുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എങ്കിൽ ആത്മാവ് അവരെ ഭോഷത്വത്തിലേക്ക് നയിക്കുമോ? സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, അല്ലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് ദൈവം പറഞ്ഞതായിരിക്കുന്ന പ്രവചനത്തിൻ്റെ സ്തോത്രം അർത്ഥം, അല്ലെങ്കിൽ പ്രവചനത്തിലെ സത്യങ്ങൾ, പ്രവചന കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള വിഭജിച്ച് കർത്താവ് അത് ഓർമ്മപ്പെടുത്തുകയും ഏക സത്യദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയുമല്ലേ ചെയ്തത്. സ്തോത്രം. വീണ്ടും നമ്മൾ നോക്കുന്നു പത്രോസ് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ഉം വായിക്കുമ്പോൾ നിങ്ങളെ കൃപയെക്കുറിച്ച് ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രവചിച്ച പ്രവാചകന്മാർ സ്തോത്രം വരുവാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർക്ക് വെളിപ്പെടാത്ത ആ സത്യം അവരാരാഞ്ഞന്വേഷിച്ചപ്പോൾ, അവരെല്ലാവരും കൂടി അതിനെപ്പറ്റി വിചിന്തനം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഓർമ്മിപ്പിച്ചത് എന്താണ്? അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്. ആരിലുള്ള? പ്രവാചകന്മാരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നാണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലന് വെളിപ്പെട്ടത് സ്തോത്രം എന്താണ്? അവരിൽ ഇരുന്ന പരിശുദ്ധാത്മാവ് സ്തോത്രം യേശുവിൻ്റെ ആയിരുന്നു എന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ലേഖനത്തിൽ വായിക്കുന്നത്, എഫെസ്യരിൽ ആത്മാവ് ഒന്ന് തന്നെ. യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നു, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. ഇത് പലർക്കും വെളിപ്പെടുത്തി എന്നുള്ളതാണ്. മോശയ്ക്ക് വെളിപ്പെട്ടു, ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരോട് കഷ്ടമനുഭവിക്കുന്നവൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. സ്തോത്രം. ആ പാറയിൽ നിന്നല്ലോ നിങ്ങൾ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് നമ്മൾ ലേഖനത്തിലൂടെ വായിക്കുന്നു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 10-ൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 19-ാം അധ്യായത്തിൻ്റെ 10-ൽ നാം ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ ദൈവിക വചനത്തിൻ്റെ ആധികാരികതയെ നമ്മൾ ശരിയായി മനസ്സിലാക്കാതെ മുന്നോട്ട് പോകരുത്. അതുകൊണ്ട് പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകും. സ്തോത്രം. അപ്പോൾ പരിജ്ഞാനം, യേശുക്രിസ്തുവിനെക്കുറിച്ച് പൂർണ്ണമായുള്ള പരിജ്ഞാനം പ്രാപിക്കണമെന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ആ 10-ാം വാക്യം, ഞാൻ സ്തോത്രം അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവനെന്നോട് അരുളി ചെയ്തത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ള നിൻ്റെ സഹോദരന്മാർക്കും സഹവൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക. യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ. സ്തോത്രം.
ആയതിനാൽ സ്തോത്രം, യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പിതാവായ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. അത് ഹല്ലേലൂയ ഏക സത്യ ദൈവമെന്ന് വെളിപ്പെടുത്തുന്നു. സ്തോത്രം. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ഉപദേശത്തിൽ തെറ്റ് പറ്റിയോ? ഒരിക്കലും പറ്റുകയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് അവരിൽ വ്യാപരിച്ചിരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഭോഷ്ക് പറയുകയില്ല, ഭോഷ്ക് പ്രവർത്തിക്കുകയില്ല. സ്തോത്രം. ഭോഷ്ക് പഠിപ്പിക്കുകയില്ല. ആ ദൈവത്തിൻ്റെ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവർക്ക് വെളിപ്പെട്ട് കിട്ടാത്തതായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഓർമ്മിപ്പിച്ചു. സ്തോത്രം. ഗലാത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8 വായിക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 6 വായിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അതുകൊണ്ട് സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും നമുക്ക് ഇതിനാൽ തിരിച്ചറിയാം. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് വിപരീതമാണോ എന്ന് ഇന്ന് നാം ചിന്തിക്കുക. അവർക്ക് തെറ്റുപറ്റിയോ? യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുന്ന ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണമെന്നോ? സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതിൻ്റെ സത്യം ഇത് തന്നെയാണ്. സ്തോത്രം. ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, എല്ലെങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെയാണ്. അവൻ സ്തോത്രം നമ്മളിൽ ഇരിക്കുന്നവനാണ്, നമ്മളിൽ വ്യാപരിക്കുന്നവനാണ്. അപ്പോൾ തന്നെ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഈ സത്യം മനസ്സിലാക്കപ്പെട്ടപ്പോഴാണ് സ്തോത്രം അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയത്. പ്രിയരെ, ഏക സത്യദൈവത്തെ തിരിച്ചറിയൂ. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കൂ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും. ഈ വചനങ്ങളാൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ സമർത്ഥമായി ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവേ നന്ദി, 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 നന്ദി. സ്തോത്രം.